ഇന്നുണ്ടായിരിക്കുന്ന ഈ ആക്രമണങ്ങൾ അത് ഒമാനിലേക്ക് നേരെ ഉള്ള അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര ദിവസം അങ്ങനെ ഉണ്ടെങ്കിൽ നീണ്ടു നിന്നേക്കാം. ഒരു കരയുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? പ്രജീഷ്, ഇതിൽ ഏറ്റവും പ്രധാനം യുദ്ധം ഏതാണ്ട് ഒരു മാസം തികയുകയാണ്. ആ ഒരു മാസം തികയുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ വിമാനത്താവളങ്ങൾ ലക്ഷ്യം വെച്ച്, തുറമുഖം ലക്ഷ്യം വെച്ച്, പ്രത്യേക സാമ്പത്തിക മേഖല ലക്ഷ്യം വെച്ച്, എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ എണ്ണ ഉൽപാദന കേന്ദ്രം ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ എണ്ണ സംഭരണ കേന്ദ്രം, വിമാനത്താവളത്തിലെ എണ്ണ സംഭരണ കേന്ദ്രം ലക്ഷ്യം വെച്ച്, ഇങ്ങനെ ഏറ്റവും തന്ത്രപ്രധാനമായി ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു മേഖലയെ തകർക്കുന്ന വിധത്തിലുള്ള ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുള്ള ആക്രമണവും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, ആ ഒറ്റ വിമാനത്താവളത്തിന് നേരെ 4ാമത്തെ ആക്രമണമാണ് ഇത് നടക്കുന്നത്. യുദ്ധം തുടങ്ങിയ ആദ്യം ദിവസം ആക്രമണം നടന്നു. അതേപോലെ തന്നെ ഈ മാസം 7-ാം തീയതി ആക്രമണം നടന്നു. 2-3 ദിവസം മുൻപ് അടുത്ത ആക്രമണം നടന്നു. അവിടെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീ പിടിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ റഡാർ സംവിധാനം തകർത്തിരിക്കുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി സാധാരണ നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഉടനെ ഒന്നും അത് സാധ്യമാകില്ല. അതുപോലെ തന്നെയാണ് UAE-ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. UAE-യിൽ ദുബായ് ആദ്യം അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നു. അവിടെ മരണം സംഭവിച്ചു. അതോടൊപ്പം തന്നെ മദീനത്ത് സായിദ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് അവിടെ മരണം സംഭവിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തി. അവിടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീ പിടിച്ചു. 2 ദിവസം എടുത്തു ആ തീ പൂർണ്ണമായും അണയ്ക്കാൻ. ഇത്തരത്തിൽ 11 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത് UAE-യിൽ മാത്രം. ഗൾഫ് മേഖല ആകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 20-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗൾഫിനെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഒമാനിലെ ആക്രമണം നോക്കിയാൽ പോലും അത് സലാല അന്താരാഷ്ട്ര തുറമുഖത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ആ തുറമുഖത്ത് ഒരാൾക്ക് പരിക്കേൽക്കുന്നു ഗുരുതരമായി. അതേപോലെ തന്നെ ക്രെയിൻ തകർന്നു വീഴുന്നു. 2 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് അങ്ങോട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞത് തീർച്ചയായും ഞങ്ങൾ ഇതിനോട് പ്രതികരിക്കും. ശക്തമായിട്ടുള്ള തിരിച്ചടി അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ ആക്രമണം ഉണ്ടാകുന്നു, കുവൈറ്റിൽ ആക്രമണം ഉണ്ടാകുന്നു, UAE-യിൽ ആക്രമണം ഉണ്ടാകുന്നു, ഒമാനിൽ ആക്രമണം ഉണ്ടാകുന്നു. ഇങ്ങനെ പല മേഖലകളും ലക്ഷ്യം വെച്ച് ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ ഇറാൻ നടത്തുന്നത്.